കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരുപാട് പേർക്ക് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ട് കാരണക്കാരനായിട്ടുള്ള 7 മിസ്റ്റേക്സിനെ പറ്റിയിട്ടാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ മിസ്റ്റേക്സ് റെക്കറൻ്റ് ആയിട്ട് ചെയ്യുന്നത് നമ്മളിൽ പ്രഗ്നൻസി നഷ്ടമാകാനായിട്ട് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഗൂഗിളിലാണെങ്കിലും ഇംപ്ലാന്റേഷൻ ഫെയിൽ മിസ്റ്റേക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് മിസ്റ്റേക്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നവരാണെങ്കിൽ ഇക്കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ബോധർ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഒരുപാട് നാളുകളായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ ഇത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ട് കാരണമായിട്ടുള്ള 7 മിസ്റ്റേക്സിനെ, 7 ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആവുന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് റോ എഗ് അല്ലെങ്കിൽ പച്ചമുട്ട കഴിക്കുന്നതാണ്. പച്ചമുട്ട എന്ന് പറയുമ്പോഴേക്കും നമ്മൾ വെറുതെ പച്ചമുട്ട പൊട്ടിച്ച് കുടിക്കുന്നത് മാത്രമല്ല, നമ്മൾ പുഴുങ്ങിയെടുക്കുന്ന മുട്ടയാണെങ്കിൽ തന്നെ ഫുള്ളായിട്ട് കുക്ക്ഡ് അല്ലാത്ത മുട്ട നമ്മൾ കഴിക്കുന്നത്. അതായത് നമ്മൾ പുഴുങ്ങി മുട്ട എടുക്കുമ്പോഴേക്കും ചില സമയത്ത് മുട്ടയുടെ ആ ഒരു യെല്ലോ കളറിൽ മുഴുവനായിട്ട് അങ്ങോട്ട് കുക്ക്ഡ് ആയിക്കൊള്ളണമെന്നില്ല. അങ്ങനെയൊക്കെ വരുന്ന എഗ്ഗ് നമ്മൾ കഴിക്കുമ്പോഴും, അതുപോലെ ബുൾസൈ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ മുട്ട നമ്മൾ ഓംലേറ്റ് അടിച്ച് കഴിക്കുകയാണെങ്കിൽ കൂടി തന്നെയും അത് ഫുള്ളായിട്ട് കുക്ക്ഡ് അല്ലാത്ത രീതിക്ക് നിങ്ങൾ കഴിക്കുമ്പോഴേക്കും അതിൽ നിന്ന് സാൽമോണല ബാക്ടീരിയ നമ്മളുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധ്യതയുണ്ട്. കുഞ്ഞിൻ്റെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ നിങ്ങളിൽ മിസ്കാരേജ് ഉണ്ടാക്കാനായിട്ടുള്ള റേറ്റ് വർദ്ധിപ്പിക്കുന്നതിനും ഈ ഒരു ബാക്ടീരിയക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പച്ചമുട്ട നമ്മൾ വെറുതെ ഇതുപോലുള്ള ഐറ്റംസിൽ നമ്മൾ ഉപയോഗിക്കുക മാത്രമല്ല, മയോണൈസ് കഴിക്കുന്നവരൊക്കെ അത് ഉപയോഗിക്കുമ്പോഴേക്കും അതിലും ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഈ പച്ചമുട്ടയാണല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് ആണെങ്കിലും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, ഓവുലേഷൻ കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മിസ്കാരേജ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കൂട്ടുന്നു. രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്ന ഒന്നാണ് തിളപ്പിക്കാത്ത പാല്. തിളപ്പിക്കാത്ത പാലെന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാം തന്നെ പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള മിൽക്കാണ് വരുന്നത്. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് പാല് മേടിക്കുന്നതല്ലാതെ ഇപ്പോൾ കറവയുള്ള വീട്ടിൽ നിന്ന് നമ്മൾ പാല് മേടിക്കുന്നുണ്ടാവില്ലേ, അങ്ങനെയുള്ള പാലൊക്കെ നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ട് മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കാത്ത പാലാണ്, പുറത്തുനിന്ന് അതായത് പാക്കറ്റ് പാലാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ കൂടി തന്നെ അത് തിളപ്പിക്കാതെ ഉപയോഗിക്കുന്ന പല സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ഷേക്സ് ഉണ്ടാക്കി നമ്മൾ കുടിക്കുന്ന സമയത്തൊക്കെ പലരും ആ ഒരു പാല് ഫുള്ളായിട്ട് അങ്ങോട്ട് തിളപ്പിക്കില്ല, ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി അങ്ങനെ തന്നെ പൊട്ടിച്ചിട്ടാണ് ഷേക്ക് ഉണ്ടാക്കി കുടിക്കുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുന്നത്, ഒരു ദിവസം ഓവുലേഷൻ നടക്കുന്ന സമയത്ത് കുടിക്കുന്നതല്ല, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതായത് ചില ആളുകൾ ഹെൽത്തി ആയിട്ടുള്ള വഴി കൂടി ഇത് ഉപയോഗിക്കുന്നവരുണ്ടാകും. ഇപ്പോൾ എന്താ പറയുക, ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവരൊക്കെ ചിലപ്പോൾ അത് ഷേക്സ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ജ്യൂസസ് ആക്കിയിട്ടോ ഒക്കെ കുടിക്കുമ്പോഴേക്കും അതിലോട്ട് കുറച്ച് പാൽ ആഡ് ചെയ്തിട്ട് കുടിക്കാറുണ്ട്. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങളിൽ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ട് കാരണമാവുന്നുണ്ട് കേട്ടോ. മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത് ക്രാബ്സ് ആണ്, അതായത് നമ്മുടെ ഞണ്ട്. ഈ ഞണ്ടിൽ ഹൈ കാൽസ്യം ഉണ്ട്, ഇതിൽ അതുപോലെ തന്നെ ഹൈ ലെവൽ കൊളസ്ട്രോളും ഉണ്ട്. ഇത് നമ്മളിൽ ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവാനായിട്ടും മിസ്കാരേജ് ഉണ്ടാവാനായിട്ടും ഒക്കെ ചാൻസസ് വർദ്ധിപ്പിക്കുന്നു. നമ്മൾ പലരും തന്നെ ഇപ്പോൾ എന്താ പറയുക, ഒരു കടലിനോട് അല്ലെങ്കിൽ പുഴയോടൊക്കെ അടുത്ത് വീടുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒന്നായിരിക്കും ഈ ഞണ്ടൊക്കെ എന്ന് പറയുന്നത്. അത് കഴിക്കുമ്പോഴേക്കും ബെനിഫിറ്റ് ഉള്ളതോടൊപ്പം തന്നെ നമുക്ക് ഡീമെറിറ്റും ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടും കേട്ടോ. അത് ഉപയോഗിക്കുന്നവരും നല്ലതുപോലെ നോക്കിയിട്ട് ഇത് ഉപയോഗിക്കുക. കാൽസ്യം കൂടുതലുള്ള കൊണ്ട് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നാരും പറയുന്നില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഞണ്ട് ഉപയോഗിക്കാതിരിക്കുക, ഇംപ്ലാന്റേഷൻ നടക്കുന്ന ഓരോ ദിവസവും അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലും ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കുക്ക് ചെയ്തെടുക്കുന്ന ക്രാബ് ഫുള്ളായിട്ട് കുക്ക്ഡ് ആയിട്ടുണ്ട്, അതിൻ്റെ മീറ്റ് ഫുൾ കുക്ക്ഡ് ആണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഉറപ്പുവരുത്തണം കേട്ടോ. അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള മീറ്റ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. നാലാമത്തെ കാറ്റഗറിയിൽ പെടുന്നതാണ് മെർക്കുറി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫിഷ്. ഒരുപാട് നാൾ പുഴയിലാണെങ്കിലും കടലിലാണെങ്കിലും കിടക്കുമ്പോഴേക്കും ഇതിൽ മെർക്കുറിയുടെ കണ്ടന്റ് കൂടുതലായിട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. മെർക്കുറി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫിഷ് കൂടുതലായിട്ടും കഴിക്കുമ്പോഴേക്കും ഇത് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ വലിയ വലിയ മത്സ്യങ്ങളൊക്കെ കഴിക്കുമ്പോഴേക്കും, ഷാർക്ക് പോലുള്ള മത്സ്യങ്ങൾ, സ്രാവ് പോലുള്ള മത്സ്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫിഷ് ഐറ്റംസ് നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. ആ കഴിക്കുന്ന ഐറ്റംസ് കുഞ്ഞു കുഞ്ഞു ഫിഷുകളായിരിക്കണം. അതൊരുപാട് മെർക്കുറി കണ്ടന്റൊന്നും അതിൻ്റെ ശരീരത്തിൽ ഉണ്ടാവില്ല, അത് ഒരുപാട് നാൾ വെള്ളത്തിൽ കിടന്നിട്ടും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഫിഷ് നിങ്ങൾ കഴിക്കണം. അത് കഴിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ ശരീരത്തിൽ omega-3 എത്തുന്നത് കേട്ടോ. അത് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വലിയ വലിയ മീനുകൾ കഴിക്കുന്നത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക.
അടുത്ത കാറ്റഗറിയിൽ വരുന്നതാണ് മുള വന്നിട്ടുള്ള പൊട്ടാറ്റോസ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ മുള വന്നിട്ടുള്ള ഒരു പൊട്ടാറ്റോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്നത് ആ മുള വന്ന പോർഷൻ അങ്ങോട്ട് ഒന്ന് ആഴത്തിൽ അങ്ങോട്ട് ചെത്തിക്കളയും. അതിനുശേഷം അത് കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം ആളുകളും തന്നെ. ഉരുളക്കിഴങ്ങ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. എന്നാൽ അത് മുള വന്നിട്ടുള്ള ഉരുളക്കിഴങ്ങാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മെറിറ്റ്സിനേക്കാളും കൂടുതൽ ഡീമെറിറ്റ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതായത് ഗുണങ്ങളെക്കാളും കൂടുതൽ ദോഷങ്ങളായിരിക്കും ഇതിൽ അടങ്ങിയിട്ടുണ്ടാവുന്നത്. ഇത് കുഞ്ഞിൻ്റെ വളർച്ചയെ സാരമായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. മുള വന്നിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമ്മൾ കുക്ക് ചെയ്തിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ നിങ്ങളുടെ ശരീരത്തിൽ സോളനൈൻ എത്താനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് കുഞ്ഞിൻ്റെ വളർച്ചയെ സാരമായിട്ട് തന്നെ ബാധിക്കുന്നു. ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുള വന്ന ഉരുളക്കിഴങ്ങല്ലാതെ നോർമലായിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് കുഞ്ഞിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്യും. പക്ഷേ മുള വന്നിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതിവൺ ചെത്തിക്കളഞ്ഞിട്ടാണെങ്കിൽ കൂടി തന്നെയും അത് ഉപയോഗിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത കാറ്റഗറിയിൽ വരുന്നതാണ് മുളപ്പിച്ചിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങൾ. നമ്മൾ സാധാരണ ചില ആളുകൾ ഉലുവ മുളപ്പിച്ചിട്ട് കഴിക്കാറുണ്ട്, ചില ആളുകൾ ചെറുപയർ മുളപ്പിച്ചിട്ട് കഴിക്കാറുണ്ട്. സാധാരണ ഇങ്ങനെ മുള വന്നിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അതിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കുമൊക്കെ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ഈ മുള വന്നിട്ടുള്ളവയിൽ നിന്ന് കഴിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടും. എന്നാൽ നേരെ മറിച്ച് ഈ മുള വന്നിട്ടുള്ള ഐറ്റംസ് ഒരു നിശ്ചിത സമയത്തിന് കൂടുതലായിട്ട് നമ്മൾ വെക്കുമ്പോഴേക്കും അതിൽ നിന്ന് ഒരുപാട് ബാക്ടീരിയസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ മുള വന്നിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ വേവിച്ചിട്ടല്ലാതെ രൂപത്തിൽ എടുക്കുന്നതും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. പ്രത്യേകിച്ച് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ മുളപ്പിച്ചിട്ടുള്ള ചെറുപയറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പയറുവർഗ്ഗങ്ങളോ ഒക്കെ നിങ്ങൾ മുളപ്പിച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. റോ ഫോമിൽ അത് എടുക്കുന്നത് ഇതുപോലെ ബാക്ടീരിയാസ് ശരീരത്തിൽ എത്തുന്നതിനും അത് കുഞ്ഞിൻ്റെ വളർച്ചയെ സാരമായിട്ട് ബാധിക്കുന്നതിനും കാരണമാണ്. ഒരുപാട് പേര് പ്രഗ്നൻ്റ് ആയതിനു ശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് അവരുടെ പ്രഗ്നൻസി ഹാർട്ട് ബീറ്റ് ഇല്ലാതെ പോവുകയും രക്തയോട്ടം ഇല്ലാതെ പോവുകയും ഒക്കെ ചെയ്തിട്ട് നശിച്ചു പോകാറുണ്ട്. ഒരു പ്രഗ്നൻസി നമുക്ക് നഷ്ടമായി പോകാറുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അടുത്തൊരു കാറ്റഗറിയിൽ പെടുന്നതാണ് കഫെയിൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. കൂടുതലായിട്ടും കഫെയിൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് നിങ്ങൾ കഴിക്കുന്നതും അതുപോലെ തന്നെ കഫെയിൻ അടങ്ങിയിട്ടുള്ള ചോക്ലേറ്റ്സ് നിങ്ങൾ കഴിക്കുന്നതും മിസ്കാരേജ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസും കുഞ്ഞ് അണ്ടർവെയ്റ്റ് ആവാനായിട്ടുള്ള ചാൻസസും ഉണ്ടാക്കുന്നു. കുഞ്ഞിന് അണ്ടർവെയ്റ്റ് ഉണ്ടാകുന്നത് നമ്മൾ ഇപ്പോൾ അണ്ടർവെയ്റ്റ് ആവുക എന്ന് പറയുന്നത് നമ്മളിൽ വെച്ചിട്ടുള്ള നമ്മളുടെ ജസ്റ്റേഷണൽ ഏജിനെ അപേക്ഷിച്ച് കുറേ കൂടി കുഞ്ഞിൻ്റെ ഗ്രോത്ത് പുറകോട്ടേക്ക് പോകുന്നതാണ് അണ്ടർവെയ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിൽ പല ആളുകൾക്കും നമ്മുടെ LMP എത്രയാണോ അത് വെച്ചിട്ടുള്ള വളർച്ചയായിരിക്കില്ല സ്കാനിങ് നോക്കുമ്പോൾ കുഞ്ഞിന് ഉണ്ടാവുന്നത്. അതല്ലാട്ടോ ഉദ്ദേശിച്ചത്. ശരിക്കും നമ്മുടെ LMP വെച്ചിട്ടുള്ള വളർച്ചയേക്കാളും എന്ത് വന്നാലും 2 ആഴ്ച കുറവായിരിക്കും. 2 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടാവുന്നത്. എന്നാൽ അണ്ടർവെയ്റ്റ് ആവുന്ന സിറ്റുവേഷനിൽ ജസ്റ്റേഷണൽ ഏജ് അതായത് നമ്മുടെ ആ ഒരു സ്കാനിങ് റിപ്പോർട്ടിൽ വന്നിട്ടുള്ള ആ വീക്സിനേക്കാളും കുറേയും കൂടി വളർച്ച കീഴ്പോട്ടേക്ക് പോവുകയാണ് അണ്ടർവെയ്റ്റ് എന്നുള്ളൊരു സിറ്റുവേഷനിൽ സംഭവിക്കുന്നത്. ഇതും കഫെയിൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. കഫെയിൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഇപ്പോൾ കോഫി ആണെങ്കിലും കഫെയിൻ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് ഐറ്റംസ് ആണെങ്കിലും കഫെയിൻ അടങ്ങിയിട്ടുള്ളത് കൂടുതലായിട്ടും കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കോഫിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരെ കോഫി ഒരു 250 mg കൂടുതൽ ഒരു ദിവസം ഉപയോഗിക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക കേട്ടോ. അതിനേക്കാളും കൂടുതലും നിങ്ങൾ ഉപയോഗിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല. ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്കും നിങ്ങളുടെ ശരീരത്തിലെ പ്രവർത്തനത്തെയും അത് സാരമായിട്ട് ബാധിക്കും. അപ്പോൾ ഈ 7 കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ പഴങ്ങൾ കഴിച്ചാലും പച്ചക്കറികൾ കഴിച്ചാലും അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം മാത്രം നല്ലതുപോലെ വേവിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ഒരുപാട് കെമിക്കൽസ് ഇപ്പോൾ വരുന്ന ഒരുപാട് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ ഉണ്ട്. ഇതൊന്നും കഴിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ഇതൊക്കെ കഴിച്ചാലേ ആ ഒരു കുഞ്ഞിൻ്റെ ഡെവലപ്മെൻ്റ് ഒക്കെ പൂർണ്ണമായിട്ടും നടക്കുകയുള്ളൂ. മായം ചേർക്കാതെ ഒന്നും കഴിക്കില്ല എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ എല്ലാം കുക്ക് ചെയ്ത് എല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് എടുക്കേണ്ടിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് വന്ന ഭക്ഷണങ്ങൾ മായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നത് എന്നതാണ് കേട്ടോ. അതായത് ഇപ്പോൾ കഴിഞ്ഞ മാസം നിങ്ങൾക്ക് 1-ാം തീയതിയാണ് പീരീഡ് ആയതെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് 2-ാം തീയതിയാണ് പീരീഡ്സ് വരുന്നതെങ്കിൽ എപ്പോഴാണോ നിങ്ങൾക്ക് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തത്, അതായത് ചോര പോയി തുടങ്ങിയത്, ആ ദിവസത്തിനെ ഡേ 1 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അടുത്ത മാസം എന്നാണോ നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്നത് അതിനെ ലാസ്റ്റ് ഡേ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ആ ദിവസം കൂടി എണ്ണിയിട്ട് എത്ര ദിവസമുണ്ടോ അതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. അത് കൃത്യമായിട്ട് നിങ്ങൾ പറയാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.